കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. ഓസ്ട്രേലിയ ചില സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിസ അപേക്ഷകൾ തടയുന്നു എന്നതായിരുന്നു ഇതിന് കാരണം. പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ വിഷമമുണ്ടാക്കി. ഓസ്ട്രേലിയയിൽ പഠിക്കാനുള്ള അവരുടെ സ്വപ്നം ഇതോടെ അവസാനിച്ചു എന്ന് പലരും കരുതി. എന്നാൽ ഓസ്ട്രേലിയൻ സർക്കാർ ഈ വാർത്തകൾ തെറ്റാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. ന്യൂഡൽഹിയിലെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ ഒരു പ്രസ്താവനയിൽ ഇത് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിസ അപേക്ഷകൾക്ക് യാതൊരു വിലക്കുമില്ല എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 1,25,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നുണ്ട്. ചൈനീസ് വിദ്യാർത്ഥികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഓസ്ട്രേലിയക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം അവർ രാജ്യത്തിന് വൈവിധ്യം നൽകുന്നു. അതുപോലെ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തും അവർ വലിയ സംഭാവനകൾ നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഏകദേശം 40 ബില്യൺ ഓസ്ട്രേലിയൻ ഡോളറാണ് ഓരോ വർഷവും ഓസ്ട്രേലിയയുടെ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് നൽകുന്നത്. അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. ഈ തെറ്റിദ്ധാരണകൾക്ക് കാരണം ചില വാർത്താ മാധ്യമങ്ങൾ നൽകിയ റിപ്പോർട്ടുകളാണ്. ചില ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികൾ ചില സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ താൽക്കാലികമായി നിർത്തിവെച്ചു അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിക്കുന്നു എന്നതായിരുന്നു വാർത്ത. വ്യാജരേഖകളും വിസ തട്ടിപ്പുകളും ഈ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു നടപടിയെടുത്തത്. ഇതിൽ ചില ചെറിയ കോളേജുകളും ഏജൻസികളും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനർത്ഥം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഒരു നിരോധനം ഏർപ്പെടുത്തി എന്നല്ല. വിസ അപേക്ഷകൾ സ്വീകരിക്കുന്നതും പരിശോധിക്കുന്നതും പഴയ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ്: യൂണിവേഴ്സിറ്റികൾ കൂടുതൽ ശ്രദ്ധയോടെ അപേക്ഷകൾ പരിശോധിക്കുന്നു. പ്രത്യേകിച്ച് വ്യാജരേഖകൾ കൂടുതലായി കാണുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും പഠിക്കാൻ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു. കാരണം വിദ്യാഭ്യാസം ഒരു മറയായി ഉപയോഗിച്ച് ഓസ്ട്രേലിയൻ ജോലിക്ക് വരാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടിയാണിത്. അമേരിക്കയും കാനഡയും ഇന്ത്യക്കാർക്കുള്ള വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. കാരണം അവിടെയും വ്യാജ അഡ്മിഷനുകളും ഗോസ്റ്റ് കോളേജുകളും അതുപോലെ വിദ്യാർത്ഥികൾ എത്തിയ ശേഷം കാണാതാവുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ കാഴ്ചപ്പാടിൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം കുറച്ചുപേർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ കാരണം നല്ല വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയാണെങ്കിൽ പേടിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: വിശ്വസനീയമായ യൂണിവേഴ്സിറ്റികളിൽ അപേക്ഷിക്കുക, ശരിയായ രേഖകൾ സമർപ്പിക്കുക, നിങ്ങളുടെ വിദ്യാഭ്യാസവും ജീവിതവും താങ്ങാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് ഉണ്ടെന്ന് തെളിയിക്കുക. അതുപോലെ പഠിക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്നും തെളിയിക്കണം. ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ നല്ല വിദ്യാഭ്യാസ ബന്ധമുണ്ട്. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടു. ഇത് വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണൽസിനും എളുപ്പത്തിൽ ഇരു രാജ്യങ്ങളിലും വരാനും പോകാനും സഹായിക്കും. അതുപോലെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലെയും ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികളിലെയും ഡിഗ്രികൾ ഇപ്പോൾ ഇരു രാജ്യങ്ങളിലും അംഗീകരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു നിരോധനവുമില്ല, പക്ഷേ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു നല്ല വിദ്യാർത്ഥിയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ നിങ്ങൾക്ക് നല്ല സാധ്യതകളുണ്ട്. പക്ഷേ നിങ്ങൾ വളരെ ശ്രദ്ധയോടെയും സത്യസന്ധതയോടെയും തയ്യാറെടുപ്പുകളോടെയും ഇരിക്കണം. കാരണം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ എല്ലാം വളരെ ശ്രദ്ധയോടെ പരിശോധിക്കുന്നുണ്ട്.